യെസ്. അപ്പോൾ ഇന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് പതാക ഉയരുകയാണ്. പൊതുസമ്മേളന നഗരിയിൽ എത്തിക്കഴിഞ്ഞു. ദീപശിഖ ജാഥകൾ അവിടെ എത്തിക്കഴിഞ്ഞു. കൊടിമര ജാഥ ഇന്ന് ശൂരനാട് നിന്ന് പുറപ്പെടും. ദീപശിഖ ജാഥ എത്തി. പതാക ജാഥയാണ് കൊല്ലത്ത് എത്തിയിരിക്കുന്നത്. പതാക ജാഥ കോട്ടയത്ത് നിന്ന് ഇന്ന് അല്പസമയത്തിനകം തന്നെ പുറപ്പെട്ട് പൊതുസമ്മേളന നഗരിയിലേക്ക് വൈകുന്നേരത്തോടെ എത്തും. അങ്ങനെ 5 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായ കെ.എൻ. ബാലഗോപാൽ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമാവുക. ഏതായാലും ഏറ്റവും ആവേശകരമായ ഒരു സമ്മേളന കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കുട്ടനുണ്ട്. അതെ, വലിയൊരു ടീം. അതിൽ 3 പേർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും. ആദ്യം ഷമിയും കുട്ടനും ചേരും, തൊട്ടുപിറകെ സനോജ് ചേരും. അതെ, അപ്പോൾ വരും ദിവസങ്ങളിൽ ഏറ്റവും സജീവമായ രീതിയിൽ തന്നെ സമ്മേളന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തും. ആദ്യം നമ്മൾ പോകുന്നത് കുട്ടനിലേക്കും ഷമിയിലേക്കുമാണ്. ഇരുവരും നമ്മളോടൊപ്പം കൊല്ലത്തു നിന്നൊക്കെ ചേരുകയാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് ഏറ്റവും ആവേശകരമായ ഇന്നത്തെ കാഴ്ചയെന്ന്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. മനു, വിനിഷ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൊല്ലത്തേക്ക് സ്വാഗതം. ഇനി സമ്മേളന വാർത്തകളുമായി നമുക്കൊരു 3-4 ദിവസം ഇങ്ങനെ ഗംഭീരമായി മുന്നോട്ട് പോകാം. സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പ്രതിനിധികളെ സ്വീകരിക്കാൻ. ആരാ ഈ കൊല്ലത്തേക്ക് സ്വാഗതം പറയുന്നത്? അല്ലേ, കൊല്ലത്ത് ആദ്യം എത്തിയ പി വി കുട്ടനോട് മനു ഇവിടുന്ന് സ്വാഗതം പറയുന്നു കൊല്ലത്തേക്ക്. എങ്ങനെയുണ്ട് നൈസ്? അതെ മനു, വിനിഷ, കൊല്ലം ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഈറ്റില്ലമാണ് കൊല്ലം. കൊല്ലത്ത് 30 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സമ്മേളനം എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നത് പോലെ വാർത്തകളിൽ സജീവമായി നിറഞ്ഞു നിൽക്കുകയാണ് കൊല്ലത്തെ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളുടെ വിവരങ്ങളും വിശേഷങ്ങളുമൊക്കെ. നിരവധിയായ അനുബന്ധ പരിപാടികൾ ഈ കൊല്ലത്തിൻ്റെ ഗ്രാമീണ നഗരമേഖലകളൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള നിരവധിയായ അനുബന്ധ പരിപാടികൾ, 100ഓളം സെമിനാറുകൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനങ്ങൾ, മത്സരങ്ങൾ, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കലാകായിക പ്രകടനങ്ങൾ, അങ്ങനെ നിരവധിയായ അനുബന്ധ പരിപാടികളാണ്. കൊല്ലത്തെ CPIMൻ്റെ കരുത്ത് മുഴുവൻ വിളിച്ചു കാട്ടുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ നടന്നിരിക്കുന്നത്. ഇന്ന് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരും. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതീക സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിന് മുന്നിലാണ്. കൊല്ലം ടൗൺ ഹാളിന് മുന്നിലാണ്. നമുക്കിവിടെ കാണാം, ഇവിടെ മൊത്തം ചുവന്ന് തുടുത്തിരിക്കുകയാണ്. ഈ വർണ്ണക്കള ചുവന്ന കൊടിതോരണങ്ങളാൽ ചുവന്നിരിക്കുകയാണ് കൊല്ലം നഗരമാകെ. ഇന്ന് വൈകിട്ടാണ് പൊതുസമ്മേളന നഗരിൽ ഇവിടെ പ്രതീക സമ്മേളനം സഖാവ് കോടിയേരിയുടെ പേരിലാണ് പൊതുസമ്മേളന നഗർ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമ്മേളന നഗർ സീതാറാം യെച്ചൂരി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ സ്മരണയിലാണ് പൊതുസമ്മേളന നഗർ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആവേശമുണ്ടെങ്കിലും ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ വിയോഗമാണ്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമായാലും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിൽ നിന്ന് നേതൃത്വം വഹിക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരിയും കോടിയേരിയും ഇല്ലാത്തൊരു സമ്മേളന കാലം എന്നുള്ളൊരു വലിയ സങ്കടകരമായൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നേരത്തെ മനുവും വിനിഷയും പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരും. സ്വാഗത സംഘം ചെയർമാനും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ കെ.എൻ. ബാലഗോപാൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള മുഴുവൻ സംഘാടന പ്രവർത്തനങ്ങളും നടന്നു വരുന്നത്. കെ.എൻ. ബാലഗോപാലാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുക. സമ്മേളനം എന്നുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന, വളരെ സുപ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഈ കൊല്ലം സമ്മേളനം എന്നുള്ളത് നമുക്കറിയാം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായി ഉള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 3ാം പിണറായി സർക്കാർ, അതായത് ചരിത്രം രചിച്ചുകൊണ്ട് പിണറായി സർക്കാർ തുടർഭരണത്തിൽ വന്നു. അതോടൊപ്പം തന്നെ ഇത് 3ാം ഭരണത്തിലേക്കുള്ള ഒരു കാലഘട്ടം കൂടി, അതിൻ്റെ പ്രവർത്തന കാലഘട്ടം കൂടിയാണ്. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിനൊക്കെ എന്തൊക്കെയാണ് പുതിയ കേരളത്തിൻ്റെ വികസന പന്ഥാവിലേക്കുള്ള പ്രവർത്തന രേഖകൾ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യും. നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന രേഖ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മേളനം മുമ്പാകെ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട വളരെ സജീവമായ ചർച്ചകൾ നവകേരളം, നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇത്തരം രേഖ അവതരിപ്പിച്ചിരുന്നു. അതെന്ന് പറയുന്നത് CPIMൻ്റെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പുതിയ കേരളം സമീപകാലത്തൊന്നും കൈവരിച്ചിട്ടില്ലാത്ത അത്രയും വലിയ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കണം, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ നടത്തണമെന്നുൾപ്പെടെയുള്ള വളരെ സജീവമായ ചർച്ചകൾ, തീരുമാനങ്ങളൊക്കെ ഈ സമ്മേളനം കൈക്കൊള്ളും. നാളെ പ്രതീക സമ്മേളനം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റിയുടെ കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുക. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊല്ലത്തേക്ക് എത്തിച്ചേരും. മനു.